ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷ്യോ അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് 2 വീഡിയോസിലായിട്ട് നമ്മൾ സോൾവൻസി റേഷ്യോസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോൾവൻസി റേഷ്യോയിൽ ആദ്യത്തെ 4 റേഷ്യോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതായത് പ്രൊപ്രൈറ്ററി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ. ഈ 4 റേഷ്യോസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോൾവൻസി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആൻഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ആദ്യം എന്താണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് നോക്കാം. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ shows the proportion of fixed income bearing security to equity shareholders fund. അതായത് ഒരു കമ്പനിയുടെ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റി അഥവാ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫണ്ടും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്ന റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. അതായത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയുടെ ഫോർമുല പറഞ്ഞാൽ capital gearing ratio is equal to fixed interest bearing funds divided by shareholders fund excluding preference share ക്യാപിറ്റൽ. ഇതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോനെ ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ അഥവാ ലിവറേജ് റേഷ്യോ എന്നും പറയാറുണ്ട്. സോ ഒരു കമ്പനിയുടെ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട്സും അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചർ അല്ലെങ്കിൽ ലോങ് ടേം ലോൺസും ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫണ്ടും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. അതായത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഫോർമുലയോട് മെൻഷൻ ചെയ്തു, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊക്കെയാ ഡിബെഞ്ചറുകളുണ്ട്. നമുക്കറിയാം ഡിബെഞ്ചറുകൾ നമ്മൾ മെൻഷൻ ചെയ്തു, ഒന്നെങ്കിൽ 7% ഡിബെഞ്ചർ, അല്ലെങ്കിൽ 8% ഡിബെഞ്ചർ, അല്ലെങ്കിൽ 9% ഡിബെഞ്ചർ. നമ്മളിങ്ങനെയാണ് ഡിബെഞ്ചറിനെ മെൻഷൻ ചെയ്യുന്നത്. അതായത് ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. സോ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട് എന്ന് പറഞ്ഞ ഡിബെഞ്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലും നമ്മൾ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ 5%, അല്ലെങ്കിൽ 6%, അല്ലെങ്കിൽ 7%. എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ഓൾറെഡി അവിടെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഫിക്സഡ്. ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ടിൽ ഡിബെഞ്ചേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം ലോൺ. ഇതാണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട് എക്സാമ്പിൾ. ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എക്സ്ക്ലൂഡിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡഡ് അല്ല എന്നിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ is already included in fixed interest bearing fund. So shareholders ഫണ്ടിനകത്ത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡഡ് അല്ല, only equity share capital and reserves and surplus. Equity share capital and reserves and surplus ആണ് ഷെയർഹോൾഡേഴ്സ് ഫണ്ട് എക്സ്ക്ലൂഡിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. Calculate capital gearing ratio from the following information. Equity share capital 5 lakh, 6% preference share capital 3 lakh, reserves and surplus 3 lakh, 9% debentures 2 lakh, 8% bank loan 1 lakh. ഇത്ര ഇൻഫോർമേഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഫോർമുലയാണ്. നമ്മൾ പറഞ്ഞു, ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട്സ് അല്ലെങ്കിൽ ബെയറിംഗ് സെക്യൂരിറ്റി ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്.
ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എക്സ്ക്ലൂഡിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. സോ capital gearing ratio is equal to fixed interest bearing fund divided by equity shareholder fund. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ് ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മൾ പറഞ്ഞേ. ഡിബെഞ്ചേഴ്സ്, ക്വസ്റ്റിൽ നോക്കിയാൽ അറിയാം, ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 9% ആണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത്. സോ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട് ഇൻക്ലൂഡ്സ് ഡിബെഞ്ചർ, ദെൻ 8% ബാങ്ക് ലോൺ ആൻഡ് 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഈ മൂന്നെണ്ണമാണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ. സോ 9% ഡിബെഞ്ചേഴ്സ് പ്ലസ് 8% ബാങ്ക് ലോൺ പ്ലസ് 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. മൂന്നിന്റെ എമൗണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യാം. 2 lakh plus 1 lakh plus 3 lakh. So fixed interest bearing fund എന്ന് പറയുന്നത് 6 lakh. ഇനി നമുക്ക് വേണ്ട എന്താ? ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫണ്ട്. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫണ്ട്. നമുക്ക് നോക്കാം എത്രയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് 3 lakh. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫണ്ട് എന്ന് പറയുന്നത് 8 lakh ആണ്. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 5 lakh ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് 3 lakh. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ we get 8 lakh. Therefore, capital gearing ratio is equal to 6 lakh divided by 8 lakh. That is 0.75. Capital gearing ratio മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത റേഷ്യോയിലേക്ക് പോവാം. നമ്മുടെ അടുത്ത റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ shows the relationship between earnings before interest and tax and fixed interest charges. സോ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുടെ ഫോർമുല എന്താണെന്ന് മനസ്സിലാവും. അതായത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. ഇതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുടെ ഫോർമുല. ഇനി എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു കമ്പനിയുടെ കറന്റ് ഏർണിംഗ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു കമ്പനിക്ക് അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റുകൾ നടത്താൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അതായത് ഒരു കമ്പനിയുടെ കറന്റ് ഏർണിംഗ്സ് അല്ലെങ്കിൽ കറന്റ് പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം, കമ്പനിയുടെ കറന്റ് ഏർണിംഗ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ കറന്റ് ഏർണിംഗ്സിന്റെ അകത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഏർണിംഗ്സിൽ നിന്ന് ഇൻട്രസ്റ്റും ടാക്സും ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റും ടാക്സും ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ കറന്റ് ഏർണിംഗ്സ് അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് യൂസ് ചെയ്ത് ഒരു കമ്പനി എങ്ങനെയാണ് അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റുകൾ നടത്തുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. എന്താണ് ഇൻട്രസ്റ്റ് ചാർജസ് എന്നുള്ളത് നമ്മൾ തൊട്ട് മുൻപത്തെ റേഷ്യോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജിന്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡിബെഞ്ചർ നമ്മുടെ തൊട്ട് മുൻപത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 9% ഡിബെഞ്ചർ. അതായത് ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. നമ്മൾ 9%-നാണ് പേ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെയാണ് പേ ചെയ്യുന്നത്? കറന്റ് ഏർണിംഗ്സ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്? അത് മനസ്സിലാക്കേണ്ട യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇപ്പൊ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസിന്റെ അകത്ത് നോർമലി ഡിബെഞ്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ബാങ്ക് ലോൺ ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഒരു കമ്പനിയുടെ ഏർണിംഗ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ് പേ ഓഫ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡെപ്റ്റ് സർവീസ് റേഷ്യോ.
നോർമലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്താണ് ഡെപ്റ്റ് സർവീസ് റേഷ്യോ എന്നുള്ളതാണ്. സോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇസ് ഓൾസോ നോൺ ആസ് ഡെപ്റ്റ് സർവീസ് റേഷ്യോ. നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് റേഷ്യോയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആൻഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇനി നമ്മുടെ ലാസ്റ്റ് റേഷ്യോയിലേക്ക് നമ്മൾ പോവാണ്, ഓവറോൾ സോൾവൻസി റേഷ്യോ. Overall solvency ratio shows the relationship between total liabilities to total asset. നമ്മുടെ സോൾവൻസി റേഷ്യോസിനകത്ത് ഏറ്റവും ലാസ്റ്റ് റേഷ്യോ ആണ് ഓവറോൾ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഓവറോൾ സോൾവൻസി റേഷ്യോസിൽ ടോട്ടൽ ലയബിലിറ്റീസും ടോട്ടൽ അസറ്റും, അതായത് ഒരു കമ്പനിയുടെ ടോട്ടൽ ലയബിലിറ്റീസും ടോട്ടൽ അസറ്റ്സും തമ്മിലുള്ള റേഷ്യോ ആണ് ഓവറോൾ സോൾവൻസി റേഷ്യോയിൽ നമ്മൾ മെൻഷൻ ചെയ്തത്. ഏറ്റവും ഈസി ആയിട്ടുള്ള റേഷ്യോ ആണ് ഓവറോൾ സോൾവൻസി റേഷ്യോ. ദാറ്റ് ഈസ് ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഇവിടെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റി ഇൻക്ലൂഡഡ് ആണ്. കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റി. അതുപോലെ തന്നെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ്സ് ആൻഡ് നോൺ കറന്റ് അസറ്റ്, അതായത് കറന്റ് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ് ഇൻക്ലൂഡഡ് ആണ്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. കാൽക്കുലേറ്റ് സോൾവൻസി റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. 8% ഡിബെഞ്ചർ 4 lakh, ലോൺ ഫ്രം SBI 6 lakh, കറന്റ് ലയബിലിറ്റി 5 lakh, കറന്റ് അസറ്റ് 15 lakh, നോൺ കറന്റ് അസറ്റ് 30 lakh. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഓവറോൾ സോൾവൻസി റേഷ്യോ ആണ്. ഓവറോൾ സോൾവൻസി റേഷ്യോയുടെ ഫോമുല നമുക്ക് ആദ്യം എഴുതാം. ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. അതിൽ ആദ്യം ടോട്ടൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. സോ എന്തൊക്കെ ലയബിലിറ്റീസ് ആണ് ഉള്ളത്? ഫസ്റ്റ് വൺ 8% ഡിബെഞ്ചർ, then loan from SBI, then current liability. So 4 lakh plus 6 lakh plus 5 lakh, that is equal 15 lakh. ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് 15 ലക്ഷം. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ അസറ്റ് ആണ്. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് പ്ലസ് കറന്റ് അസറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കറന്റ് അസറ്റ് പ്ലസ് നോൺ കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് പ്ലസ് നോൺ കറന്റ് അസറ്റ്, ദാറ്റ് ഈസ് 15 lakh പ്ലസ് 30 lakh, ദാറ്റ് ഈസ് 45 lakh. Therefore, solvency ratio is equal to total liability നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 15 ലക്ഷം ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 45 lakh, 0.33. സോൾവൻസി റേഷ്യോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയുടെ കൂടി നമ്മൾ സോൾവൻസി റേഷ്യോസ് ഫുൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ദാറ്റ് ഈസ് പ്രൊപ്രൈറ്ററി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ, സോൾവൻസി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആൻഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. സോൾവൻസി റേഷ്യോസ് ഏഴും നമ്മൾ പ്രോബ്ലംസ് ഉൾപ്പെടെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. സോൾവൻസി റേഷ്യോസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.